launch 1,000 ships. Dr. Frosted. Hey Sham, എന്താ അത്? ഒന്നുമില്ല മാം. He surrendered his life to satisfy his strong, irresistible, lusty desire to see the amazing beauty of Stella. Here, Christopher Marlowe is narrating. Hey Sham, എന്താ അവിടെ? എന്താ കയ്യില്? ഇത് എന്തോ ബ്രെഡ് ആണെന്ന് തോന്നുന്നു മാം. ബ്രെഡോ? ആ, ഇത് നഗ്ഗി അല്ല, സോറി. ആരെങ്കിലും ഒന്ന് വാങ്ങിക്കേ. ശ്യാം ഇവിടെ എന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല, വെറുതെ. ഇത് പ്രശ്നമാകും. ശ്യാം, ഓ അടുത്ത കുരിശ്. ഞാൻ ക്ലാസ്സിൽ നോക്കിയിരുന്നു. വരുന്നോ? ഒരു കോഫി ഓഫർ ചെയ്യാം. വേണ്ട, ഇപ്പൊ കുറച്ച് തിരക്കുണ്ടേ. പ്രീത, ഒരു മിനിറ്റ്. ഈ യൂറിനൽ എവിടാണ്? അത് ശരി, വെറുതെ അല്ല, കോഴി മുട്ടയിടാൻ നോക്കണ പോലെ. ദാ അവിടുന്ന് റൈറ്റ്. താങ്ക്സ്. ഇത് എവിടേക്കാ? ഇത് പെൺകുട്ടികളുടെ യൂറിനല്ല. പെൺകുട്ടികൾക്ക് മാത്രം എഴുതി വെച്ചിട്ടുണ്ടോടി? നീ നാളത്തുള്ളവരോട് പറ, ഏട്ടനൊരു അത്യാവശ്യം ഉണ്ടെന്ന്. പോകാൻ ഞാൻ 10 വരെ എണ്ണുവേ. അതിനുള്ളിൽ പുറത്ത് വന്നില്ലെങ്കിൽ ഞാൻ അകത്ത് കയറും. 1, 2, 3. എന്തിനാണ് ഇച്ചിരിക്കുന്നത്? 4, 5, വേഗം 6, 9. പറയട പൊന്നെ, എങ്ങനെയുണ്ട് സ്ഥലം? എന്റെ പപ്പ പെമ്പിള്ളാരുടെ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ്. ഇഷ്ടമുള്ളതിനെ തെരഞ്ഞെടുക്കല്ലേ, ആരും ഒന്നും പറയൂല. പടച്ചോനെ, ഇവന്റെ സീറ്റേ വരച്ചത് എന്റെ തലയെ വരച്ചിരുന്നെങ്കിൽ. നീ എവിടെ കയറി ഒട്ടാൻ തീരുമാനിച്ച? ഓ, അതിന് നിന്റെ അച്ഛനെ നോക്കണം. മെൻസ് കോളേജിൽ 3 വർഷം കൊണ്ട് 9 സസ്പെൻഷൻ വാങ്ങിച്ചവനാ ഞാൻ. 7 പോലീസ് കേസ്, പിന്നെ വിമൻസ് കോളേജ്. നീ നോക്കിക്കോ, കൂടിയാൽ 1 മാസം. മേടിച്ചിരിക്കും ഞാൻ ഡിസ്മിസൽ. നിനക്ക് എന്തിന്റെ കേടാ? ഈ കണ്ട തങ്കക്കുടങ്ങൾക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. നീ അവിടെ പഠിച്ചാ മതി. പിന്നെ അവിടത്തെ പഠിക്കലും പീഡിപ്പിക്കലും ഇവിടെ ഒന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞോട്ടാ. എടാ, നീ ഇത് എന്തറിഞ്ഞിട്ടാ? അവിടുത്തെ പ്രശ്നം വല്ല നിനക്കറിയോ? 17 തികയാത്ത പാൽക്കാരൻ പയ്യനെ 5 പെമ്പിള്ളാർ ചേർന്ന് ബലാത്സംഗം ചെയ്തു കൊന്ന സ്ഥലാ അത്. അതാണ് മരണം. നമ്മളും മരിക്കും, വില ചൊറിയ ചെരങ്ങ ചാർത്തിലൊക്കെ വന്ന്. അവന്റെ ആത്മാവ് ഇപ്പോ സ്വർഗത്തിൽ കിടന്ന് അർമാദിക്കായിരിക്കും. എക്സ്ക്യൂസ് മീ, ഈ ശ്യാംബാലഗോപാൽ വിമൻസ് കോളേജിൽ പഠിക്കുന്ന ആൾക്കാരന്വേഷിച്ചു വന്ന് തുടങ്ങി. ഞാനാ ശ്യാം. ആരാ? ഞാൻ രഞ്ജിത്ത്, തിരക്കുള്ളൊരു ഫാഷൻ ഡിസൈനറാ. എങ്കിൽ തിരക്കൊഴിഞ്ഞിട്ട് വാ, പോയിക്കോ. ശ്യാമിനോട് പേഴ്സണലായിട്ടൊരു കാര്യം. എനിക്ക് ശ്യാമിന്റെ ഒരു ഹെൽപ്പ് വേണം. നിങ്ങളുടെ കോളേജിലെ കുട്ടിയാ. കൊള്ളാലോ വീഡിയോ. ഈ കുട്ടിയെ മാറ്റിന് ചേരില്ല. എന്താ ഒരു ഐശ്വര്യം. അയ്യോ, കല്യാണാലോചന ഒന്നുമല്ല. ഫെമിന ഷോയില് എന്റെ ഒരു ഐറ്റം പ്രസന്റ് ചെയ്യാൻ ഈ കുട്ടി ആപ്റ്റാ. ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നു, പക്ഷെ ആ കുട്ടി താല്പര്യം കാണിക്കുന്നില്ല. അപ്പോഴെ ശ്യാമിനെ കുറിച്ച് കേട്ടത്. ഈ കുട്ടിയെ പരിചയം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പരിചയമുണ്ട്, പക്ഷെ സോറി ബ്രദർ, ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ബിയർ തീർന്നിരിക്കുക. ഒപ്പിച്ചോട്. ബിയർ തീർന്നിരിക്കുക. കയ്യിൽ കാശില്ലായിട്ടല്ല, ATM കാർഡ് ഇല്ലാത്തത് കൊണ്ട്. എടാ പപ്പ, നീ ഇതെന്ത്?
ഇങ്ങനെ ഇത് എന്താന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കും നമ്മളാളാ. നീ പോയി മറ്റേ ബീറും എടാ, നിനക്ക് ഈ പെണ്ണ്- ശ്യാം വിചാരിച്ച നടക്കും. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, എങ്കിലും ശ്രമിച്ചു നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, ഡിയർ ഫ്രണ്ട്സ്, ഈ തങ്കക്കുടത്തിന് അറിയാൻ മേലാത്ത ചില നിയമങ്ങളുണ്ട് നമ്മുടെ ഈ പൊന്നാപുരം കോട്ടയിൽ. അതൊക്കെ നമ്മൾ വേണം പഠിപ്പിച്ചു കൊടുക്കാൻ, റൈറ്റ്? യെസ്. കുഞ്ഞാടുകളെ ഒന്ന് മാറിക്കേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. സോസമ്മോ, ഓ, ഒന്ന് നോക്കിയടി, എന്നതാണ് ഇതേ പറയുന്നേ? ഒയ്യോ, ഇത് നമ്മുടെ പെറ്റിക്കോട്ട് സർക്കുലർ അല്ലയോ? ആന്നേ, നീ അതൊന്ന് വായിച്ചേ. ബള്ളിയും പുള്ളിയും കുത്തും കോമയും ഒന്നും വിടരുത്. Okay. All students of this institution are mandatorily required to wear a petticoat while inside the campus. ഇനി തർജമാ എന്ന് വെച്ചാ എല്ലാ സ്റ്റുഡൻസും കോളേജിൽ വരുമ്പോ പെറ്റിക്കോട്ട് ധരിച്ചിരിക്കണം. എന്നതാടി ഈ പെറ്റിക്കോട്ട്? നമ്മുടെ ചേട്ടന് അറിയണ്ടായോ? എന്റെ അന്നമ്മോ, അത് നമ്മുടെ ഷെമ്മീസ്. അതാണ്. നിക്കൊരു സംശയം, ആ സാധനം പെമ്പിള്ളേര് മാത്രം ഇട്ടാ മതി എന്നാണോ പറഞ്ഞേക്കണേ? അയ്യോ അല്ല, all students എന്നാ പറഞ്ഞേക്കണേ. എന്ന് വെച്ചാ എല്ലാരും. ഓഹോ, അയ്യോ, ഈ ചേട്ടൻ ഇട്ടിട്ടില്ല. എന്റെ മാതാവേ, ഈ ചേട്ടൻ ഇട്ടിട്ടില്ല. ഏയ്, ദിസ് ഇസ് ടു മച്ച്. ഈ സർക്കുലർ പഴയതാ, ബോയ്സ് ഇവിടെ ഇല്ലാത്ത കാലത്തെ. അതുകൊണ്ട് എന്ത് പ്രയോജനം മോളെ? ഈ സർക്കുലർ പിൻവലിച്ചിട്ടില്ല, അമെന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ പോ മോളെ ദിനേശി, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ. ദിസ് ഇസ് റാഗിങ്. ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യും. നീ പോയി ഒലത്തടി. മുത്തേ, ഇതങ്ങടെ ഇട്ടേക്ക്. വെറുതെ നിയമം ലംഘിക്കണ്ട. കൊള്ളാലോ. ശരി, നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമല്ലേ, ആയിക്കോട്ടെ. പക്ഷെ അതിനു മുമ്പ് ഈ പറയുന്ന സാധനം നിങ്ങളെല്ലാവരും ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് പരിശോധിക്കണം. അല്ല, നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ. പണി പാളി. നന്ദന പെറ്റിക്കൊട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. ഇല്ലേ, മോളിട്ടിട്ടുണ്ടോ? സൂസൻ പെറ്റിക്കോട്ട് ഞാനൊന്ന് കാണട്ടെ. നിങ്ങളൊക്കെ ഇങ്ങനെ ഓടിയാലോ? ആ ചേട്ടനൊന്ന് കാണട്ടെ. അല്ല, ചേട്ടൻ മാത്രം പെറ്റിക്കോട്ടിട്ട പിന്നെ നിങ്ങളുടെ കാര്യം ആരും നോക്കും? ധന്യ ഇങ്ങനെ അന്നമ്മേ, നിന്നെ എനിക്ക് വിശ്വാസമാണ്. വേറെ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ഇന്ന് നീ ഇതിട്ടിട്ടുണ്ടായിരിക്കും എന്നെനിക്കറിയാം. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ശരിക്ക് കണ്ടോണം. ഞാൻ ഇതിടാൻ പോവാണ്. ആ, ഓക്കെ, എല്ലാരും നോക്കിക്കോളൂ, കണി റെഡിയാണ്. ശരി, അങ്ങനെ നമ്മുടെ ജ്യേഷ്ഠൻ ഈ നിയമം പാലിച്ചിരിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഇനി നമ്മളെല്ലാവരും പിരിഞ്ഞു പോകുന്നു. ചേട്ടൻ ഡ്രസ് മാറി വീണ്ടും സുന്ദരനായിക്കോട്ടെ. ആ, നിക്ക്. ഇപ്പൊ ഞാൻ ഈ ഡ്രസ് ഊരി വെച്ച അത് വീണ്ടും നിയമലംഘനമാകും. അതുകൊണ്ട് ഈ നിയമത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് വരെ ഞാൻ ഇതിട്ടോണ്ട് തന്നെ നടക്കാൻ പോവാ. പണി പിന്നെയും പാളി. ഹായ് ഗേൾസ്, ദീൻ പെരുകിടതോ. കുട്ടികളെ, മോളുടെ പെറ്റിക്കോട്ട് ഇതുപോലാണോ? അയ്യോ, നാണം വന്നു. വഴി മാറടി. പോട്ടെ. നിക്കൂ. പോരെ, ഒന്നുകൂടെ പ്ലീസ്. നിനക്ക് മതിയായില്ലടി. ശ്യാമിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല മാം. ഈ പ്രശ്നം ഇത്രയ്ക്ക് വഷളാക്കിയത് ആനും കൂട്ടുക. ഈ സർക്കുലർ കൊണ്ടുപോയി ശ്യാമിന് കൊടുക്ക്. എന്നിട്ട് ഡ്രസ്സ് മാറി എന്നെ വന്ന് കാണാൻ പറ. എന്റെ മാതാവേ, ഇനി എന്തെല്ലാം കാണണം. പ്രിൻസിപ്പൽ ടീച്ചർ അവിടെ കുത്തിയിരിക്കുക. ആ ചെറുക്കൻ എന്റെ ക്യാൻറ്റീനിലിരുന്ന് ഫാഷൻ ടി വി കളിക്കണു. ഒന്ന് വന്ന ചാനൽ ഒന്ന് മാറ്റ്.
ആഹാ, ഇവിടെ വന്ന് ഒളിച്ചിരിക്കല്ലേ? അല്ല ടീച്ചറെ, ഈ സൈസ് ഇത് ഒന്നേ ഉള്ളൂ, അതോ ഇനി കൂടുതൽ പ്രസംഗമൊന്നും വേണ്ട. മറിയപ്പോ എന്തെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. ഓ നീ കണ്ടില്ലല്ലോ, ഉഗ്ര ഷോയെ ഇപ്പൊ തീരും. വേഗം വാ. ഇനി ഞാൻ എങ്ങനെ കുട്ടികളെ ഫേസ് ചെയ്യും? ഞാൻ ലീവ് എടുക്ക. അഞ്ജലി, നല്ല പഴുക്കാ ചോറിലുകൊണ്ട് 10 പെട ചന്തിക്ക് കിട്ടേണ്ടത് ആർക്കാന്നറിയോ? ആ തലതെറിച്ച പെണ്ണിന്, ആൻ മാത്യൂസിന് അല്ല, എനിക്കാ. എന്നാലേ പുലിവാല് പിടിക്കണ ഈ സ്വഭാവം മാറൂ. ഇതിപ്പോ ആ വിവരം കേട്ട പേരൻസ് അറിഞ്ഞ എല്ലാം കൂടി കയറും പിടിച്ചു വരും. നീ ഇത് കൊളമാക്കാതെ വിടില്ല. PTA പ്രസിഡന്റ് എന്ന നിലയ്ക്കല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു സാധാ രക്ഷിതാവായിട്ടാണ്. കൺമുമ്പിൽ ഇത്രയും വലിയ അഴിഞ്ഞാട്ടുണ്ടായിട്ടും മാഡം എന്ത് ആക്ഷൻ എടുത്തു? മുമ്പ് പഠിച്ച കോളേജിൽ 3 കൊല്ലം കൊണ്ട് 9 സസ്പെൻഷൻ, 7 പോലീസ് കേസ്. ഇത്രയ്ക്ക് സ്വഭാവ ഗുണമുള്ളൊരു പയ്യനെ ഇവിടെ ചേർത്തത് തന്നെ ഞങ്ങൾക്കിട്ടൊരു പണി തരാനല്ലേ ടീച്ചറേ? എലിയെ കൊല്ലാൻ ഇല്ലം ചുടുകാന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ സമ്മതിച്ചു. ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാ ഇവിടെ നടന്നത്. ആയിക്കോട്ടെ, എടുത്തുകളയാം. എന്തായി? സസ്പെൻഷൻ ഉറപ്പായി. കുട്ടിയെ വിളിക്കുന്നുണ്ട്. ക്ലാസ്സിലിരുന്ന വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് തടഞ്ഞു വെച്ച് ബലം പ്രയോഗിച്ച് പെറ്റിക്കോട്ട് ധരിപ്പിക്കുക. പ്രത്യേകിച്ച് പറയണ്ടല്ലോ മത്തായിച്ച, റാഗിംഗ്. ഇതാ മോളുടെ സസ്പെൻഷൻ. മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ച് ക്യാമ്പസിലിറങ്ങുക, അറിഞ്ഞുകൊണ്ട് പെൺകുട്ടികളുടെ ടോയ്ലറ്റിൽ കയറുക. ദാ മോന്റെ സസ്പെൻഷൻ. രണ്ടാളും 15 ദിവസം വീട്ടിൽ പോയിരിക്കും. എൻക്വയറി കഴിയട്ടെ. തീർന്നില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ റാഗിംഗ് നടന്നാൽ അത് പോലീസിനെ ഇൻഫോം ചെയ്യേണ്ടത് പ്രിൻസിപ്പലിന്റെ ബാധ്യതയാ. 3 വർഷം വരെ തടവ് കിട്ടാവുന്ന നോൺ ബെയിലബിൾ ഒഫൻസ് അല്ലേ? ദാ ശ്യാം ഒരു കംപ്ലൈന്റ് എഴുതി തന്നോളൂ. നടപടികളൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ. ഏയ് നോ മാം, ഞാനിതൊരു തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, ഈ അറസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ അതത്ര സുഖമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് കുടുംബത്തിൽ പറഞ്ഞൊരു പെങ്കൊച്ചിന്. അതൊന്നും എന്റെ കൺസേൺ അല്ല. യു ഗിവ് മീ ദ കംപ്ലൈന്റ്. ഇല്ല മാം, ഐ എം സോറി. ഡേടി അവിടെ നിക്കടി. എടി പൊട്ടിക്കാളി, നിന്നോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ല ഞാനത് എഴുതി കൊടുക്കാതിരുന്നത്. ഇതുപോലൊരു നെത്തോലി പെണ്ണ് എന്നെ റാഗ് ചെയ്തൊന്ന് പുറത്തറിഞ്ഞ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പം മച്ചു സമ്മതിച്ചേ എന്റെ റാഗിങ് ഏറ്റൂന്ന്. ബാബാ നടക്കടി. എന്റെ പൊന്നു ചങ്ങാതി, എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്ക, ഈ സാധനം അടിയന്തരാവസ്ഥക്കാലത്തുണ്ടായതാണോ? പൊന്നാശാനെ വിട്ടേക്ക്. ഒന്ന് മാറിക്കോ വെച്ചേ. മോളും കൊള്ളാം, തന്തയും കൊള്ളാം. നീ എന്നെ കാണാൻ നിക്കാടി, ക്ലാസ്സിൽ പോടി. നന്ദു, 15 ദിവസം കഴിഞ്ഞു കാണാം, വിളിക്കണേ. ഒറ്റ മോനല്ലേ നീ, വെറുതെ ആ ടീച്ചറമ്മയെ കരയിപ്പിക്കാൻ നിക്കണ്ട. കോളേജിന്റെ പുറത്തെ മുട്ടി നിക്കാൻ പറ്റില്ല നിനക്ക്. മോൻ മുള്ളിപ്പോവും. 3 ബാക്കി ഈ പോയ ഒന്നല്ലേ ഉള്ളൂ. അതിന്റെ കാര്യം ഞാൻ ഏറ്റു. അമ്മാവൻ പോ.